വെൽക്കം ഓൾ. എല്ലാവർക്കും അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റെസ്പിറേറ്ററി സിസ്റ്റത്തെക്കുറിച്ചാണ്. എന്തായിരുന്നു റെസ്പിറേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിക് ഫങ്ഷൻസുകളും നടക്കാൻ വേണ്ടി ഓക്സിജൻ ആവശ്യമാണ്. കൂടാതെ ഇതിൻ്റെ ഫലമായി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആസ് എ വേസ്റ്റ് പ്രൊഡക്റ്റ്. ഇങ്ങനെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് കളയണം. ഓക്സിജനെ ബ്ലഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ടിഷ്യൂസ് സെല്ലുകൾക്ക് എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യുകയും കൂടാതെ അവിടെ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ശരീരത്തിന് പുറത്ത് കളയാൻ സഹായിക്കുന്നതുമാണ് റെസ്പിറേഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പാർട്ടുകൾ എന്ന് പറയുന്നത് നോസ്, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കെ, ലങ്. ദെൻ എന്ത് ചെയ്യുന്നു? ആൽവിയോളാർ സാക്ക്, ആൽവിയോളെ. ഇത്രയുമാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രക്കിയ വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ബ്രോങ്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. The trachea at the level of the fifth thoracic vertebrae divided into the right and left bronchi. These bronchi enter into the right and left lung respectively. ട്രക്കിയ അവസാനിക്കുന്നത് ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രയുടെ ആ ലെവലിൽ വെച്ചിട്ടാണ്. അതിനുശേഷം അത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ബ്രോങ്കൈകളും എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ലെങ്ങിലോട്ടും, റൈറ്റ് ബ്രോങ്കി ആണെങ്കിൽ റൈറ്റ് ലെങ്ങിലോട്ടും എന്ത് ചെയ്യുന്നു? എൻ്റർ ചെയ്യുന്നു. ദ റൈറ്റ് ബ്രോങ്കസ് ഈസ് ഷോർട്ടർ ആൻഡ് വൈഡർ ദാൻ ദ ലെഫ്റ്റ്. ബ്രോങ്കസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇതിൽ റൈറ്റ് ബ്രോങ്കസ് എന്താണ്? ലെഫ്റ്റ് ബ്രോങ്കസിനേക്കാളും ഷോർട്ടർ ആൻഡ് വൈഡർ ആണ്, ചെറുതും അതുപോലെ വികസിച്ചതുമാണ്. The right bronchus divided into 3 and left bronchus into 2 bronchus. Right bronchus 3ആയും ലെഫ്റ്റ് ബ്രോങ്കസ് 2ആയും ഡിവൈഡ് ചെയ്യുന്നു. In the lung, the bronchi divide and re-divided to form the bronchioles. ശ്വാസകോശത്തിൽ വെച്ച് ബ്രോങ്കൈ ഓർ ബ്രോങ്കസ് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തതിന് ശേഷം വീണ്ടും അതെന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ബ്രോങ്കിയോൾസ് ഫോം ചെയ്യുന്നു. ഈച്ച് ബ്രോങ്കിയോൾ ടെർമിനേറ്റ് ഇൻ ആൻ ആൽവിയോളാർ ഡക്റ്റ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഓരോ ബ്രോങ്കിയോളും അവസാനിക്കുന്നത് ഒരു ആൽവിയോളാർ ഡക്റ്റിലാണ്, which in turn terminates in one or more alveolar sac. അതിനുശേഷം ആൽവിയോളാർ ഡക്റ്റിൽ നിന്നും ആൽവിയോളാർ സാക്കിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു? ടെർമിനേറ്റ് ചെയ്യുന്നു, അവസാനിക്കുന്നു. ശ്വാസകോശത്തിലെ വായു അറകളാണ് ആൽവിയോളാർ സാക്കുകൾ അല്ലെങ്കിൽ ആൽവിയോളൈ എന്ന് പറയുന്നത്. ഈ ആൽവിയോളാർ സാക്കുകളിലാണ് ഒരുപാട് ആൽവിയോളൈ കാണപ്പെടുന്നത്. ഈച്ച് സാക്ക് ഹാസ് ന്യൂമറസ് ആൽവിയോളൈ. ഓരോ ആൽവിയോളാർ സാക്കുകളിലും ധാരാളം ആൽവിയോളൈ കാണപ്പെടുന്നുണ്ട്. ഹ്യൂമൻ അഡൾട്ട് ലങ് കണ്ടെയ്ൻ എബൌട്ട് 3 lakh ആൽവിയോളൈ. ഒരു മുതിർന്ന വ്യക്തിയുടെ ലങ്സിൽ 3 ലക്ഷത്തോളം ആൽവിയോളൈ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് ബ്രോങ്കിയെ കുറിച്ച് പറയാനുള്ളത്. Then lungs. The lungs are like spongy cone-shaped organs that lie on either side of thorax. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ലങ് എന്ന് പറയുന്നത്, ശ്വാസകോശം. ലങ്സ് എന്ന് പറയുന്നത് ഭാരം കുറഞ്ഞ സ്പോഞ്ച് പോലെയുള്ള കോൺ ഷേപ്പ്ഡ് ഓർഗൻസ് ആണ്. കോൺ ആകൃതിയുള്ള അവയവങ്ങളാണ് ലങ്സ് എന്ന് പറയുന്നത്. ലൈ ഓൺ എയ്തർ സൈഡ് ഓഫ് തൊറാക്സിൻ്റെ ഇരുവശത്തുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്.
The right lung is shorter and broader than left. റൈറ്റ് ലങ് എന്താ പറയുന്നത്, ഷോർട്ടറാണ്, ചെറുതാണ്, അതുപോലെ തന്നെ വികസിച്ചതാണ് ആരേക്കാളും, ലെഫ്റ്റിനേക്കാളും. ദ ബേസ് ഓഫ് ഈച്ച് ലങ് റെസ്റ്റ് ഓൺ ദ ഡയഫ്രം. രണ്ട് ലങ്സിൻ്റെയും ബേസ്, താഴ്ഭാഗം റെസ്റ്റ് ചെയ്യുന്നത് ഡയഫ്രം എന്ന് പറയുന്ന ഒരു ഭാഗത്തിലാണ്. അബ്ഡോമിനെയും തൊറാക്സിനെയും വിഭജിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഡയഫ്രം എന്ന് പറയുന്നത്. ഈച്ച് ലങ് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയർ കോൾഡ് പ്ലൂറ എൻക്ലോസിങ് എ ക്യാവിറ്റി. എന്ത് ചെയ്യുന്നു, ലങ്ങിനെ കവർ ചെയ്തിട്ട് ഡബിൾ ലെയർ ഉണ്ട്, അതിനെയാണ് പ്ലൂറ എന്ന് വിളിക്കുന്നത്. ഈച്ച് ലങ് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയർ കോൾഡ് പ്ലൂറ എൻക്ലോസിങ് എ ക്യാവിറ്റി. This cavity is filled with a fluid called pleural fluid. ആ ഡബിൾ ലെയർ ഉണ്ടെന്ന് പറഞ്ഞു, പ്ലൂറ എന്നാണ് അതിൻ്റെ പേര്. ആ ലെയറിൽ എന്തുണ്ട്, ഒരു ക്യാവിറ്റി ഉണ്ട്, അതിൻ്റെ ഇടഭാഗത്തായിട്ട് ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയിൽ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. വിച്ച് പ്രിവെൻറ്റ്സ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ മെംബ്രെയിൻസ്. രണ്ട് മെംബ്രെയിനുകൾ തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലൂയിഡ് സഹായിക്കുന്നത്, പ്ലൂറൽ ഫ്ലൂയിഡ്. The lungs are divided into lobes by fissures. The right lung is divided into 3 lobes and left lung has only 2 lobes. ലങ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബൈ ഫിഷേഴ്സ്, വിടവുകൾ വഴി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ലങ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 ലോബ്സ്. റൈറ്റ് ലങ് 3 ലോബുകളായും ആൻഡ് ലെഫ്റ്റ് ലങ് ഹാസ് ഓൺലി 2 ലോബ്സ്. ലെഫ്റ്റ് ലങ്ങിനെ 2 ലോബുകളായും ഫിഷേഴ്സ് വഴി തരംതിരിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സുകൾ. ഇനി നമ്മൾ റെസ്പിറേഷനിലോട്ടാണ് കടക്കാൻ പോകുന്നത്. Respiration is a catabolic process by which oxidation takes place, releasing carbon dioxide, water, energy. റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു കാറ്റബോളിക് പ്രോസസ്സാണ്. അവിടെ നടക്കുന്നത് ഓക്സിഡേഷനാണ്, റിലീസിങ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, എനർജി. എന്ത് ചെയ്യുന്നു, ഓക്സിഡേഷൻ നടന്ന് അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും കൂടാതെ വാട്ടർ, എനർജി, ഈ 3 സബ്സ്റ്റൻസിനെയും എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ഇതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. റെസ്പിറേഷൻ ഒരു കാറ്റബോളിക് പ്രോസസ്സാണ്. ഓക്സിഡേഷൻ നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, എനർജി ഇവ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ടിഷ്യൂ യൂട്ടിലൈസ് ഓക്സിജൻ ഫോർ വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് എ വേസ്റ്റ് പ്രോഡക്റ്റ്. ടിഷ്യൂസ് ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടി, മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആസ് എ വേസ്റ്റ് പ്രൊഡക്റ്റ്. ഒരു വേസ്റ്റ് പ്രൊഡക്റ്റായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്സിജനെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു, വേസ്റ്റ് പ്രൊഡക്റ്റാക്കി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഡ്യൂറിങ് റെസ്പിറേഷൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ആൻ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് എൻവിയോൺമെൻറ്റ്. റെസ്പിറേഷനിൽ ഒരു റെസ്പിറേഷൻ നടക്കുമ്പോൾ അവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് മെയിനായിട്ടും ഒരു ഓർഗാനിസവും എൻവിയോൺമെൻറ്റ്, അതിൻ്റെ പരിസ്ഥിതിയും കൂടെ തമ്മിലാണ്. അത് ചുറ്റുപാടും ഒരു ഓർഗാനിസവും തമ്മിലുള്ള ഒരു ഗ്യാസ് എക്സ്ചേഞ്ചാണ് റെസ്പിറേഷൻ്റെ സമയത്ത് നടക്കുന്നത്. ദ ഫങ്ഷൻ ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് ടു ടേക്ക് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ to deliver it to the tissue and remove carbon dioxide from the tissue and discharge it to the atmosphere. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ധർമ്മം എന്നാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനെ എടുത്ത് ടിഷ്യൂസിന് കൈമാറ്റം ചെയ്യുകയും കൂടാതെ ടിഷ്യൂസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പുറംതള്ളുന്നു. Respiration involves the exchange of gases at the 2 sides, lung and tissue. റെസ്പിറേഷനെ സംബന്ധിച്ചിടത്തോളം എവിടെ വെച്ചാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? ലങ്ങിലും 2 സ്ഥലത്താണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്, ലങ്സിലും
അതുപോലെ തന്നെ ടിഷ്യൂസിലും. The exchange of gases between the circulating blood and alveoli of lung is known as external respiration. The diffusion of gases between the blood and tissue cells called internal respiration. ബ്ലഡും സർക്കുലേറ്റിംഗ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ബ്ലഡും ലങ്സിലെ ആൽവിയോളയിലും തമ്മിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. ബ്ലഡും ലങ്സിലെ ആൽവിയോളകളും തമ്മിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ചിനെ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. ബ്ലഡും ടിഷ്യൂ സെല്ലുകളും തമ്മിലുള്ള ഗ്യാസിൻ്റെ ഡിഫ്യൂഷനെ നമ്മൾ ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. ബ്ലഡും ടിഷ്യൂ സെല്ലുകളും തമ്മിലുള്ള ഗ്യാസിൻ്റെ ഡിഫ്യൂഷനെ നമ്മൾ ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ ഇൻവോൾവ്സ് 2 സ്റ്റെപ്പ്. റെസ്പിറേഷനിൽ മെയിനായിട്ട് 2 സ്റ്റെപ്പുകളാണുള്ളത്, ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. Inspiration, it is the process by which air is taken into the lung. എന്താണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്? എന്താണ്? എയറിനെ ലങ്സിലേക്ക് എടുക്കുന്നത്, ടേക്ക് ചെയ്യുന്നത്. എക്സ്പിറേഷൻ, ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എയർ ഈസ് ഗിവൺ ഔട്ട് ഓഫ് ലങ്. ലങ്ങിൽ നിന്നും എയറിനെ പുറന്തള്ളുന്നതിനെയാണ് എക്സ്പിറേഷൻ എന്ന് പറയുന്നത്. ദെൻ gas exchange. The gas exchange take place in the alveoli. ആൽവിയോളയിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് പ്രധാനമായും നടക്കുന്നത്. The air in the alveoli is separated from the blood in the pulmonary capillaries by a thin membrane. നമ്മുടെ ആൽവിയോളയിനെ കവർ ചെയ്തിട്ട് പൾമനറി കാപ്പിലറീസിൻ്റെ ചെറിയ ഞരമ്പുകളെ, വെസൽസുകളെ നമ്മൾ കാപ്പിലറീസ് എന്ന് പറഞ്ഞ് ഇവയുടെ ഒരു കൂട്ടങ്ങളുണ്ട് ഈ ആൽവിയോളയെ കവർ ചെയ്തിട്ട്. സോ ആൽവിയോളയിൽ കാണപ്പെടുന്ന എയറും പൾമനറി കാപ്പിലറീസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ, വേർതിരിച്ചിട്ട് ഒരു നേർത്ത സ്ഥലം കാണപ്പെടുന്നുണ്ട്. ഒരു നേർത്ത സ്ഥലം വഴിയാണ്, തിൻ മെംബ്രെയിൻ വഴിയാണ് എഴുതുള്ളത്, ആൽവിയോളയത്തെ എയറിനെയും അതുപോലെ തന്നെ പൾമനറി കാപ്പിലറീസിൽ കാണപ്പെടുന്ന ബ്ലഡിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്സിജൻ പാസസ് ഫ്രം ദ ആൽവിയോളൈ ഇൻ ടു ദ പൾമനറി കാപ്പിലറി ബ്ലഡ് ആൻഡ് റീച്ചസ് ദ ടിഷ്യൂ. ഓക്സിജൻ ആൽവിയോളയിൽ നിന്നും പൾമനറി കാപ്പിലറീസിലൂടെ ഫ്ലോ ചെയ്യുന്ന ബ്ലഡിലേക്ക് പാസ് ചെയ്യുന്നു. നമ്മൾ നോസ് വഴി ലങ്ങിലെത്തിയ ഫ്രഷ് എയർ, അതായത് ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്ന എയർ ഇപ്പോൾ എവിടെയുള്ളത്? ആൽവിയോളയിലാണുള്ളത്. ആ ആൽവിയോളയിൽ നിന്നും ബ്ലഡിനെ പൾമനറി കാപ്പിലറീസിലേക്ക് പാസ് ചെയ്യുന്നു. ഈ പൾമനറി കാപ്പിലറീസ് ശരീരത്തിലൂടെ ഒഴുകി ടിഷ്യൂസിൽ കൊണ്ടിട്ട് എത്തിക്കുന്നു. ഇൻ ദ ടിഷ്യൂ ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ കാപ്പിലറീസ് ആൻഡ് സെൽസ്. ടിഷ്യൂവിൽ വെച്ചിട്ട് കാപ്പിലറി ബ്ലഡിൽ ഓക്സിജൻ ഉണ്ട്. ഈ കാപ്പിലറി ബ്ലഡും ടിഷ്യൂസിലുള്ള സെല്ലും തമ്മിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു. അതായത് കാപ്പിലറി ബ്ലഡിലുള്ള ഓക്സിജനെ സെല്ലുകൾ എടുക്കുകയും ആ സെല്ലുകളിൽ നിന്ന് അവിടെ മെറ്റബോളിസം നടന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു? വേസ്റ്റ് പ്രൊഡക്റ്റായ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ ഈ കാപ്പിലറി ബ്ലഡിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ആൽവിയോളയിലേക്ക് കാപ്പിലറി ബ്ലഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ ലിബറേറ്റ് ചെയ്യുന്നു. CO2 liberated from capillary blood reaches the alveoli. Capillary blood liberate ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ എത്തുന്നു? ആൽവിയോളയിൽ എത്തുന്നു. After the gaseous exchange, the air inside the lung is expelled by expiration. ഇങ്ങനെ ഗ്യാസ് എക്സ്ചേഞ്ച് നടന്നതിന് ശേഷം ലങ്ങിലുള്ള എയറിനെ, കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സ്പിരേഷൻ വഴി പുറന്തള്ളപ്പെടുന്നു. ഓക്കെ, ഇത്രയുമാണ് ഗ്യാസ് എക്സ്ചേഞ്ചിൽ പറയുന്നത്.
ആൽവിയോളയിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ആൽവിയോളിനെ കവർ ചെയ്തിട്ട് പൾമനറി കാപ്പിലറീസ് കാണപ്പെടുന്നുണ്ട്. ഈ ആൽവിയോളൈറ്റ് എയറും കാപ്പിലറീസിലുള്ള ബ്ലഡിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടൊരു തിൻ മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട്. ഈ മെംബ്രെയിനാണ് എന്ത് ചെയ്യുന്നത്, അവയെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ആൽവിയോളയിലുള്ള ഓക്സിജനെ പൾമനറി കാപ്പിലറി ബ്ലഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഇതിനെന്ത് ചെയ്യുന്നു, ടിഷ്യൂസിൽ എത്തിച്ചു കൊടുക്കുന്നു. ഈ ടിഷ്യൂസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കാപ്പിലറി ബ്ലഡും ടിഷ്യൂ സെൽസും തമ്മിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു. അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡിനെ കാപ്പിലറി ബ്ലഡിലേക്ക് ലിബറേറ്റ് ചെയ്യുന്നു. ഈ ലിബറേറ്റ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് കാപ്പിലറി ബ്ലഡ് എന്ത് ചെയ്യുന്നു, ആൽവിയോളയിൽ എത്തിക്കുന്നു. ആഫ്റ്റർ ദ ഗ്യാസ് എക്സ്ചേഞ്ചിന് ശേഷം എയറിനെ എക്സ്പിരേഷൻ വഴി എന്ത് ചെയ്യുന്നു, ലങ് പുറത്തുവിടുന്നു. ഓക്കെ, താങ്ക് യു.